സുരേഷ് ഗോപി 6 വർഷം പാർലമെന്റിൽ എന്ത് ചെയ്തു എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ ഇപ്പോഴും സെർച്ച് ചെയ്താൽ അദ്ദേഹം പാർലമെന്റിൽ നടത്തുന്ന സബ്മിഷനും അതിനുള്ള മറുപടികളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം നടത്തിയ സബ്മിഷനുള്ള ഇപ്പം ഏറ്റവും അവസാനം ആനകളെ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാനുള്ള ട്രാൻസ്ഫർ, അത് സുരേഷ് ഗോപി അവതരിപ്പിച്ച ബില്ലാണ് ഇപ്പൊ പാസ്സായത്. മനസ്സിലായി? അങ്ങനത്തെ ധാരാളം. ഇപ്പൊ അതിന് മുഴുവൻ മറുപടി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നിങ്ങളുടെ AR റഹീമിനെയും അതുപോലെ ശ്രീമതി ടീച്ചറെയും പോലെയുള്ള ആ പ്രസംഗങ്ങൾ, ഒരു കോമഡി സിനിമ കാണുന്നത് പോലെ രസമുള്ള കാര്യങ്ങൾ, അതെന്തായാലും സുരേഷ് ഗോപിയുടെ കാണാൻ സാധ്യമല്ല, അതെന്തായാലും കാണാൻ സാധിക്കില്ല. പിന്നെ സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്നുള്ളത് തൃശ്ശൂർ നിങ്ങളുടെ മേയർ, ഇടതുപക്ഷത്തിന്റെ മേയർ പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി വാക്ക് പറഞ്ഞാൽ പാലിക്കും. 1 കോടി രൂപ തരുമെന്ന് പറഞ്ഞു, തന്നു. പറഞ്ഞത് BJP-കാരനല്ല, CPM-ന്റെ മേയർ പ്രതാപൻ പറഞ്ഞു പറ്റിച്ചു. ഇത് പറഞ്ഞതും കോൺഗ്രസിന്റെ MP-യെ കുറിച്ച് പറഞ്ഞതും ഈ CPM-ന്റെ മേയറാണ്. അപ്പോ ഇനി ഈ കരുവന്നൂർ വിഷയം ഉണ്ടായല്ലോ, ഈ വിഷയം ഉണ്ടായ സമയത്ത് ഇവിടെ ആത്മഹത്യ നടന്നു, ചികിത്സ കിട്ടാതെ മരിച്ചു. ഇവിടെ എല്ലാം സുരേഷ് ഗോപി വന്നു. ഇവര് ബാങ്കിൽ നിന്ന് കട്ടുകൊണ്ടുപോയ പണമല്ല, അധ്വാനിച്ചുണ്ടാക്കിയ പണം ഉപയോഗിച്ച് കരുവന്നൂരിലെ നിരവധി ആളുകളെ സുരേഷ് ഗോപി സഹായിച്ചു. ചികിത്സിക്കാൻ പണമില്ലാത്ത കുട്ടികൾ, സെറിബ്രൽ പൾസി രോഗം ബാധിച്ച് ചികിത്സിക്കാൻ പണമില്ലാത്ത കുട്ടികൾക്ക് ചികിത്സിക്കാൻ പണം കൊടുത്തു സുരേഷ് ഗോപിയ, സുനിൽ കുമാർ അല്ല. ഈ കാട്ടുകള്ളന്മാര് കമ്മ്യൂണിസ്റ്റുകാര് ഈ ബാങ്കിൽ നിന്ന് പണം കട്ട് കൊണ്ടുപോയി അത് മുഴുവൻ സൂക്ഷിച്ചിട്ട് അതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ ഇവരാരെങ്കിലും തയ്യാറായോ? സുരേഷ് ഗോപി ഇനി MP ഫണ്ട് ഉപയോഗിച്ച് 2.5 കോടി രൂപ, അവണിശ്ശേരി പഞ്ചായത്തിൽ 2.5 കോടി രൂപയുടെ വികസന പദ്ധതി സുരേഷ് ഗോപി നടപ്പാക്കി. സുരേഷ് ഗോപിയുടെ MP ഫണ്ട് കിട്ടാത്ത ഒരു സ്ഥലവുമില്ല തൃശ്ശൂർ ജില്ലയിൽ. എല്ലാ സ്ഥലത്തും സുരേഷ് ഗോപിയുടെ MP ഫണ്ട് ഉപയോഗിച്ച് വികസന പദ്ധതി നടന്നിട്ടുണ്ട്. ഇനി സഖാക്കന്മാർക്ക് സംശയം ഉണ്ടെങ്കിൽ ഗുരുവായൂരിൽ പോയി ചോദിക്കുക. 317 കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഫണ്ട്, പ്രസാദ് ഫണ്ട്, അത് കൊണ്ടുവന്നത് സുരേഷ് ഗോപിയാണ്, അല്ലാതെ നിങ്ങളുടെ ജയദേവനല്ല. സുരേഷ് ഗോപി തൃശ്ശൂരിൽ പോയി നിങ്ങളുടെ മേയറോട് ചോദിക്കുക. 520 കോടി രൂപ അമൃത് ഫണ്ട് അത് പാസാക്കി കൊണ്ടുവന്നത് സുരേഷ് ഗോപിയാണ്, നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന്. ഞങ്ങൾ സമയാനുവദിച്ചാൽ നിരവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഈ സുനിൽ കുമാർ എന്ത് ചെയ്തു? 2 തവണ 3 തവണ MLA, 1 തവണ കൃഷി മന്ത്രി. കാക്കാശിന് ഗുണമുണ്ടായോ? ആളുകൾ പറയട്ടെ, എന്തെങ്കിലും ഗുണമുണ്ടായോ? 4% പലിശയ്ക്ക് കിട്ടിയിരുന്നത് അത് മുടക്കിയ മഹാനാണ് സുനിൽ കുമാർ. 4% കിട്ടിയിരുന്ന ഗോൾഡ് ലോൺ, കർഷകർക്ക് കിട്ടിയിരുന്ന ഗോൾഡ് ലോൺ അത് കത്തെഴുതി മുടക്കിപ്പിച്ച മഹാനാണ് സുനിൽ കുമാർ. ഇനി സുനിൽ കുമാറിന്റെ വികസനം കാണണമെങ്കിൽ നിങ്ങൾ ഒല്ലൂർ മണ്ഡലത്തിൽ പോയാൽ മുഖ്യമന്ത്രിയും സുനിൽ കുമാറും കൂടി ഒരു ബനാന ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു, കോടികൾ മുടക്കി. അവിടെ പറ്റി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ പോയി നോക്ക്, നിങ്ങൾക്ക് കാണാം. ഇതാണോ സുനിൽ കുമാറിന്റെ വികസനം? ഇനി നിങ്ങൾ തൃശ്ശൂർ വന്നാൽ അവിടെ ചണ്ടിപ്പുലി പാടം എന്ന് പറയുന്ന ഒരു പാടമുണ്ട് തൃശ്ശൂര്. അവിടെ ഏക്കർ കണക്കിന് ഭൂമാഫിയകൾ മണ്ണിട്ട് നികത്തി. അന്ന് ഈ മഹാൻ കൃഷി മന്ത്രിയാ. അവിടെ വന്നിറങ്ങി അദ്ദേഹം പറഞ്ഞു, ഈ മണ്ണ് മുഴുവൻ ഞാൻ എടുപ്പിക്കും. 1 തരി മണ്ണെടുപ്പിച്ചോ സുനിൽകുമാർ? നിങ്ങൾ ചണ്ടിപ്പുലി പാടം ഇന്നും പോയി കാണ്. അങ്ങനെ മണ്ണിട്ട് നികത്തിയ കൃഷിഭൂമിയിൽ ഇന്ന് നിങ്ങളുടെ കോർപ്പറേഷൻ എലഗന്റ് സിറ്റി കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. ആർക്ക് വേണ്ടി? ഭൂമാഫിയകൾക്ക് വേണ്ടി. അദ്ദേഹം കൃഷി മന്ത്രിയായിരുന്നില്ല, ഭൂമാഫിയകളുടെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് വിവരം വിദ്യാഭ്യാസവുമുള്ള ഒരാൾ പോലും തൃശ്ശൂരിൽ വോട്ട് ചെയ്യില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്.